ലിവർ ഫങ്ഷൻ ടെസ്റ്റ്. ലിവർ ഫങ്ഷൻ ടെസ്റ്റിനെ നമുക്ക് ഷോർട്ടാക്കിയിട്ട് LFT എന്ന് വിളിക്കാം. ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ആർ ഗ്രൂപ്പ് ഓഫ് ടെസ്റ്റ് ഡൺ ടു ആസസ് ദ ഫങ്ഷൻ ഓഫ് ലിവർ. ലിവറിൻ്റെ ഫങ്ഷൻസിനെ, ലിവറിൻ്റെ പ്രവർത്തനത്തിനൊക്കെ വിലയിരുത്തുന്നതിന് വേണ്ടി, ലിവറിൻ്റെ പ്രവർത്തനത്തെയൊക്കെ വിലയിരുത്തുന്നതിന് വേണ്ടി, അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ടെസ്റ്റിനെയാണ് നമ്മൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ലിവറിൻ്റെ ഫങ്ഷൻസ്, ലിവറിൻ്റെ പ്രവർത്തനത്തിനൊക്കെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഗ്രൂപ്പ് ഓഫ് ടെസ്റ്റിനെയാണ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എന്ന് വിളിക്കുന്നത്. വിച്ച് ഹെൽപ്പ് ടു ഡിറ്റർമൈൻ ദ പ്രസൻസ്. ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തെങ്കിലും ഡിസീസിൻ്റെ പ്രസൻസ്, എന്തെങ്കിലും ഡിസീസ് ലിവറിന് ഉണ്ടോ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ടൈപ്പ് ഓഫ് ലിവർ ഡിസീസ്, ഏത് ടൈപ്പിലുള്ള ലിവർ ഡിസീസാണെന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും. അതേപോലെ തന്നെ ഇറ്റ്സ് പ്രോഗ്രഷൻ, അതിൻ്റെ പുരോഗമനം എത്രത്തോളം ഉണ്ടെന്നുള്ളത്, അതായത് സ്റ്റാർട്ടിംഗ് ആണോ അതോ കുറച്ച് ക്രൂഷ്യൽ ലെവലിൽ എത്തിയിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നടത്തുന്നതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ഇൻക്ലൂഡ് ദ ഫോളോയിങ് ടെസ്റ്റ്. ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ വരുന്നത് ഏതൊക്കെയാണ്? സിറം ബിൽറൂബിൻ്റെ ടെസ്റ്റ്, പിന്നെ ടോട്ടൽ പ്രോട്ടീൻ, സിറം ആൽബുമിൻ, സിറം ഗ്ലോബുലിൻ, ALT, AST, ALP. ALT, AST ഒക്കെ എൻസൈംസ് ആണ് കേട്ടോ. ALP ഒക്കെ എൻസൈംസ് ആണ്. പിന്നെ ആൽബുമിൻ, ഗ്ലോബുലിൻ ഒക്കെ പറയുന്നത് പ്രോട്ടീൻസ് ആണ്. പിന്നെ സിറം ബിൽറൂബിൻ ബൈൽ പിഗ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ടെസ്റ്റുകളാണ് ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ വരുന്നത്. ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ വരുന്നത് സിറം ബിൽറൂബിൻ, ടോട്ടൽ പ്രോട്ടീൻ, സിറം ആൽബുമിൻ, സിറം ഗ്ലോബുലിൻ, ALT, AST, ALP. ഇനി ഫസ്റ്റ് എന്താണ് ബിൽറൂബിൻ എന്നുള്ളതാണ്. ബിൽറൂബിൻ ഈസ് ഫോംഡ് ഇൻ ദ റെറ്റിക്കുലോ എൻഡോത്തീഷ്യൽ സിസ്റ്റം ഡ്യൂറിങ് ദ ഡീഗ്രഡേഷൻ ഓഫ് എറിത്രോസൈറ്റ്. റെറ്റിക്കുലോ എൻഡോത്തീഷ്യൽ സിസ്റ്റത്തിൽ വെച്ചിട്ടാണ് ബിൽറൂബിൻ ഫോം ചെയ്യുന്നത്. ഡ്യൂറിങ് ദ ഡീഗ്രഡേഷൻ ഓഫ് എറിത്രോസൈറ്റ്, എപ്പോഴാണ് ഫോം ചെയ്യുന്നത്? എറിത്രോസൈറ്റ്സ് ഡീഗ്രേഡ് ചെയ്യുന്ന സമയത്ത് 120 days ആകുമ്പോൾ RBC സെൽസൊക്കെ ഡീഗ്രേഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഡീഗ്രേഡ് ചെയ്യുന്ന സമയത്താണ് ബിൽറൂബിൻ ഫോം ചെയ്യുന്നത്. എവിടെ വെച്ചിട്ട്? റെറ്റിക്കുലോ എൻഡോത്തീഷ്യൽ സിസ്റ്റത്തിൽ വെച്ചിട്ട്. ദ ഹീം പോർഷൻ ഫ്രം ഹീമോഗ്ലോബിൻ ആൻഡ് ഫ്രം അതർ ഹീം കണ്ടെയ്നിങ് പ്രോട്ടീൻസ് ആർ റിമൂവ്ഡ്. RBCയിലുള്ള പിഗ്മെൻ്റാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. കളർ കൊടുക്കുന്ന പിഗ്മെൻ്റ് ആണല്ലോ ഹീമോഗ്ലോബിന്. അപ്പോൾ ഹീമോഗ്ലോബിൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഹീമും അതേപോലെ തന്നെ ഗ്ലോബിനും വെച്ചിട്ടാണ്. അപ്പോൾ ഹീമോഗ്ലോബിൻ, അത് RBC ഡീഗ്രേഡ് ചെയ്യുന്ന സമയത്ത്, എറിത്രോസൈറ്റ് ഡീഗ്രേഡ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള ഹീമോഗ്ലോബിൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹീമും ഗ്ലോബുലിനുമായിട്ട് മാറും. ഗ്ലോബുലിനാണ് എന്ത്? പ്രോട്ടീൻ പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹീം പോർഷനും അതിൻ്റെ പ്രോട്ടീൻ പോർഷനും സെപ്പറേറ്റ് ആവും. എന്നിട്ട് എന്ത് ചെയ്യും? മെറ്റാബോളൈസ്ഡ് ടു ബിൽറൂബിൻ. ബിൽറൂബിൻ മെറ്റാബോളിസം എങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ മുന്നേ? ഹീം മെറ്റാബോളൈസ് ചെയ്തിട്ട് ബിൽറൂബിൻ ആവും. അതെങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു? അത് ഇതാ, ഹീമോഗ്ലോബിൻ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഗ്ലോബിനും ഹീമുമായിട്ട് മാറും. എന്നിട്ട് അങ്ങനെ ഹീം ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അയേണും ബിലിവേർഡിനുമായിട്ട് മാറും. ഫസ്റ്റ് ബിലിവേർഡിൻ എന്ന പിഗ്മെൻ്റായിട്ട് മാറും. ആ ബിലിവേർഡിൻ റെഡ്യൂസ് ചെയ്തിട്ട് ബിലിറൂബിനായിട്ട് മാറും. ആ ബിലിറൂബിൻ റിലീസ്ഡ് ഇൻ ടു ബ്ലഡ്. ആ ബിലിറൂബിനെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും. ആ ബ്ലഡിലുള്ള ബിലിറൂബിൻ നേരെ ട്രാൻസ്പോർട്ടഡ് ബൈ പ്ലാസ്മ പ്രോട്ടീൻ ആൽബുമിൻ. ആ ബിലിറൂബിനെ പ്ലാസ്മ പ്രോട്ടീനായിട്ടുള്ള ആൽബുമിൻ ട്രാൻസ്പോർട്ട് ചെയ്യും. എങ്ങോട്ടേക്ക്? ബിലിറൂബിൻ നേരെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ലിവറിലേക്കായിരിക്കും. കണ്ടോ? ബിലിറൂബിനെ നേരെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ലിവറിലേക്ക്. എന്നിട്ട് അങ്ങനെ ലിവറിൽ എത്തിയിട്ട് എന്ത് സംഭവിക്കും? ലിവറിൽ എത്തിയിട്ട് കോൺജുഗേറ്റഡ് വിത്ത് ഗ്ലൂക്രോണിക് ആസിഡ്. ആ ബിലിറൂബിൻ ഗ്ലൂക്രോണിക് ആസിഡുമായിട്ട് കൂടിച്ചേരും, കോൺജുഗേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? കോൺജുഗേറ്റഡ് ബിലിറൂബിനായിട്ട് മാറും. ഫസ്റ്റ് എന്താ സംഭവിച്ചിട്ടുള്ളത്? ഫസ്റ്റ് RBCയിലുള്ള ഹീമോഗ്ലോബിൻ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഗ്ലോബിനും ഹീമുമായിട്ട് മാറും. ആ ഹീം അയേണും ബിലിവേർഡിനും, ഹീം എന്തായിട്ട് മാറും? അയേണും ബിലിവേർഡിനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് ബിലിവേർഡിൻ റെഡ്യൂസ് ചെയ്തിട്ട് ബിലിറൂബിനായിട്ട് മാറും. ഈ ബിലിറൂബിൻ നേരെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും. അവിടെ നിന്ന് നേരെ എങ്ങോട്ടേക്ക് പോകും? ലിവറിലേക്ക് പോകും. ലിവറിൽ നിന്ന്
ഗ്ലൂക്കറോണിക് ആസിഡുമായിട്ട് കോഞ്ചുഗേറ്റ് ചെയ്തിട്ട് കോഞ്ചുഗേറ്റഡ് ബിലിറൂബിനായിട്ട് മാറും. ഓക്കെ, ഈ കോഞ്ചുഗേറ്റഡ് ബിലിറൂബിൻ നേരെ പിന്നെ അങ്ങോട്ട് പോകും, ഇൻറ്റസ്റ്റൈനിലേക്ക് പോകും. കോഞ്ചുഗേറ്റഡ് ബിലിറൂബിൻ നേരെ ഇൻറ്റസ്റ്റൈനിലേക്ക് പോകും. എന്ത് വഴി? ബൈല് വഴി ഇൻറ്റസ്റ്റൈനിലെത്തി. ഇൻറ്റസ്റ്റൈനിൽ കോഞ്ചുഗേറ്റഡ് ബിലിറൂബിൻ 50% കോഞ്ചുഗേറ്റഡ് ബിലിറൂബിൻ കൺവേർട്ടഡ് ടു യൂറോ ബിലിനോജൻ, 50% കൺവേർട്ട് ചെയ്തിട്ട് യൂറോ ബിലിനോജനായിട്ട് മാറും. ഇങ്ങനെ കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ആരാണ്? ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയ. ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് കോഞ്ചുഗേറ്റഡ് ബിലിറൂബിൻ യൂറോ ബിലിനോജനായിട്ട് കൺവേർട്ട് ചെയ്യും. അതിന് സഹായിക്കുന്നത് ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയയാണ്. 50% യൂറോ ബിലിനോജനായിട്ട് മാറി. ബാക്കിയുള്ള 50% കോഞ്ചുഗേറ്റഡ് ബിലിറൂബിൻ ഉണ്ടല്ലോ, 50% കോഞ്ചുഗേറ്റഡ് ബിലിറൂബിൻ യൂറോ ബിലിനോജനായിട്ട് മാറി. ബാക്കിയുള്ള 50% എന്താവും? ഇൻറ്റസ്റ്റൈനിൽ തന്നെ കിടക്കുന്നുണ്ട്. അത് ഇൻറ്റസ്റ്റൈൻ അബ്സോർബ് ചെയ്യും, ബ്ലഡിലേക്ക് എത്തുകയും ബ്ലഡിൽ നിന്ന് നേരെ പിന്നെ ലിവർക്ക് തന്നെ എത്തുകയും ചെയ്യും. ഇനി ഇപ്പോൾ ഉണ്ടായിട്ടുള്ള യൂറോ ബിലിനോജൻ ഉണ്ടല്ലോ, ആ യൂറോ ബിലിനോജൻ ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് നേരെ എവിടേക്കതിന് എത്തും? ലിവർക്ക് തന്നെ എത്തും. മോസ്റ്റ് ഓഫ് ദി യൂറോ ബിലിനോജനും ബാക്കിയുള്ളത് ലിവർ തന്നെയാണ് എത്തുന്നത്. അതിൽ നിന്ന് കുറച്ചൊരു 5% കിഡ്നി വഴി യൂറിൻ വഴി എസ്കേറ്റ് ചെയ്ത് പോകും. പിന്നെ കുറച്ചുള്ളത് എവിടെ വഴി പോവും? ഫീക്കസ് വഴി പോവും. എന്തായിട്ട്? സ്റ്റെർക്കോ ബിലിനോജനായിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. ഫീക്കസ് വഴി സ്റ്റെർക്കോ ബിലിനോജനായിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. ഒന്നും കൂടി നോക്കാം. അപ്പോൾ ഉണ്ടായിട്ടുള്ള ബിലിറൂബിൻ നേരെ ബ്ലഡ് വഴി എവിടേക്കെത്തും? ലിവറിലെത്തും. ലിവറിന് ഗ്ലൂക്കറോണിക് ആസിഡ് കോഞ്ചുഗേറ്റ് ചെയ്തിട്ട് കോഞ്ചുഗേറ്റഡ് ബിലിറൂബിനായിട്ട് മാറും. ഈ കോഞ്ചുഗേറ്റഡ് ബിലിറൂബിൻ നേരെ ഇൻറ്റസ്റ്റൈനിലെത്തും. ഇൻറ്റസ്റ്റൈനിൽ ഒരു 50% ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയ യൂറോ ബിലിനോജനാക്കിയിട്ട് മാറ്റും. ബാക്കി 50% നേരെ ഇങ്ങോട്ടേക്ക് വരും, ലിവർക്ക് തന്നെ എത്തും. ഇനി ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കൺവേർട്ട് ചെയ്തിട്ടുള്ള യൂറോ ബിലിനോജൻ ഉണ്ടല്ലോ, അത് ഒട്ടുമിക്കതും എങ്ങോട്ട് തന്നെ പോവുക? ലിവർക്ക് തന്നെയാണ് പോവുക. കുറച്ച് യൂറോ ബിലിനോജന് കിഡ്നി വഴി യൂറിൻ വഴി പുറത്തേക്ക് പോവും. അതേപോലെ തന്നെ ബാക്കി കുറച്ചുള്ളത് ഫീക്കസ് വഴി സ്റ്റെർക്കോ ബിലിനോജനായിട്ടും പുറത്തേക്ക് പോകുന്നുണ്ട്. ഇനി നമുക്ക് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കാം. ഇത്രയുമാണിത് ബിലിറൂബിൻ്റെ മെറ്റബോളിസം ആണ് കേട്ടോ. ഓക്കെ, സ്റ്റെർക്കോ ബിലിനോജനായിട്ട് പോയി. ടോട്ടൽ ബിലിറൂബിൻ എന്ന് പറയുന്നത് എന്താണ്? കോഞ്ചുഗേറ്റഡ് ബിലിറൂബിനും അതേപോലെ തന്നെ 5 കോഞ്ചുഗേറ്റഡ് ബിലിറൂബിനും കൂടി കൂട്ടിച്ചേർന്നിട്ടുള്ളതാണ് ടോട്ടൽ ബിലിറൂബിൻ എന്ന് പറയുന്നത്. കോഞ്ചുഗേറ്റഡ് ബിലിറൂബിനും അൺകോഞ്ചുഗേറ്റഡ് ബിലിറൂബിനും കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ് സമ്മാണ് ടോട്ടൽ ബിലിറൂബിൻ എന്ന് പറയുന്നത്. അടുത്ത പോയിൻ്റാണ് ഇൻക്രീസ് ഇൻ ബിലിറൂബിൻ causes yellow and discoloration of skin and mucous membrane and it is called jaundice. ബ്ലഡിൽ ബിലിറൂബിൻ്റെ എമൗണ്ട് കൂടുതലാണെന്നുണ്ടെങ്കിൽ സ്കിന്നിനും മ്യൂക്കസ് മെംബ്രെയിനും ഒക്കെ ഒരു യെല്ലോയിഷ് ഡിസ്കളറേഷൻ സംഭവിക്കും, യെല്ലോ കളർ വരും. അപ്പോൾ ഇതിന് വിളിക്കുന്ന പേരാണ് ജോണ്ടിസ്. ജോണ്ടിസ് എന്ന മഞ്ഞപ്പിത്തം. ജോണ്ടിസ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 3 ഗ്രൂപ്പ്സ്. ജോണ്ടിസിനെ 3 ക്ലാസ്സായിട്ട് തിരിച്ചിട്ടുണ്ട്. ഹീമോലൈറ്റിക് ഓർ പ്രീ ഹെപ്പാറ്റിക്, ഇൻഫെക്ഷ്യസ് ഓർ ഹെപ്പാറ്റിക് ആൻഡ് ഒബ്സ്ട്രക്റ്റീവ് ഓർ പോസ്റ്റ് ഹെപ്പാറ്റിക് ജോണ്ടിസ്. ഇങ്ങനെ 3 ക്ലാസ്സായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഹീമോലൈറ്റിക് ജോണ്ടിസ് എങ്ങനെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്? അതായത് എറിത്രോസൈറ്റ്സ് RBCൻ്റെ ഹീമോലൈസിസ് ഇൻക്രീസ് ചെയ്യുന്ന കാരണമാണ് ഹീമോലൈറ്റിക് ജോണ്ടിസ് ഉണ്ടാകുന്നത്. ഇങ്ങനെ RBC ആവശ്യത്തിൽ കൂടുതൽ ഹീമോലൈസ് ചെയ്യാൻ കാരണം ഒന്നെങ്കിൽ സിക്കിൾ സെൽ അനീമിയോ അല്ലെങ്കിൽ മലേറിയ ഒക്കെ ഉണ്ടാകുന്ന സമയത്താണ് RBC എണ്ണത്തിൽ കൂടുതൽ ഹീമോലൈസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കുറേ RBC ഹീമോലൈസ് ചെയ്യുന്ന സമയത്ത് അതിന് ഫലമായിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ബിലിറൂബിൻ റിലീസ് ചെയ്യും. ഇങ്ങനെ ഓവറായിട്ട് ബിലിറൂബിൻ പ്രൊഡക്ഷൻ അവിടെ നടക്കുന്നുണ്ടാവും. എന്നിട്ട് അതിൽ കുറച്ച് ഭാഗം ബിലിറൂബിൻ എങ്ങോട്ടേക്ക് പോകും? കോഞ്ചുഗേഷന് വേണ്ടിയിട്ട് ലിവറിലേക്ക് പോകും. സാധാരണ ലിവർ 0.3 ഗ്രാമൊക്കെയാണ് കോഞ്ചുഗേഷൻ നടത്താറ്, കോഞ്ചുഗേറ്റഡ് ബിലിറൂബിൻ പ്രൊഡ്യൂസ് ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെ ബ്ലഡിൽ ഓവറായിട്ട് ബിലിറൂബിൻ ഉണ്ടാകുന്ന സമയത്ത് ലിവർ എന്ത് ചെയ്യും? ഒരു 3 ഗ്രാം വരെയൊക്കെ ഒരു ദിവസം കോഞ്ചുഗേഷൻ നടത്തും. എന്നിട്ട് അങ്ങനെ കോഞ്ചുഗേറ്റ് ചെയ്തിട്ട് എക്സ്ക്രീറ്റ് ചെയ്ത് കളയുകയും ചെയ്യും. ഇതുവഴി ഫീക്കസ് ആണെന്നുണ്ടെങ്കിൽ യൂറോ ബിലിനോജനായിട്ടും അതേപോലെ തന്നെ യൂറിനാണെന്നുണ്ടെങ്കിൽ യൂറോ ബിലിനോജൻ്റെ ഫോമിലും എക്സ്ക്രീറ്റ് ചെയ്ത് കളയും. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറിനിൽ യൂറോ ബിലിനോജൻ്റെ എമൗണ്ട് സാധാരണത്തേക്കാൾ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ
ഫീക്കസിലും സ്റ്റിർക്കോ ബിലിനോജൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും. അപ്പോൾ ഫീക്കസിൽ ഇങ്ങനെ സ്റ്റിർക്കോ ബിലിനോജൻ കൂടുമ്പോൾ ഫീക്കസിൻ്റെ കളർ ഒരു ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് ചേഞ്ച് ചെയ്യുകയും ചെയ്യും. ഇനി ബ്ലഡ് എടുത്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ ബ്ലഡിൽ ബിലിറൂബിൻ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ കൂടുതലായിരിക്കും. കാരണം അൺകോൺജുഗേറ്റഡ് ആയിട്ടുള്ള ബിലിറൂബിന് ഒരിക്കലും യൂറിൻ വഴി എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നില്ല. കാരണം യൂറിൻ വഴി എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്ന കാരണം എന്താണ്? അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ വാട്ടറിൽ ഇൻസോലുബിൾ ആണ്. അത് കാരണം യൂറിൻ വഴി എക്സ്ക്രീറ്റ് ചെയ്ത് പോവില്ല. അപ്പോൾ അത് ബ്ലഡിൽ അക്കുമുലേറ്റ് ചെയ്ത് നിൽക്കും ബ്ലഡിൽ. അപ്പോൾ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ കൂടുതലായിരിക്കും ഏതിൻ്റെ കേസിൽ? ഹീമോലൈറ്റിക് ജോണ്ടിസിൻ്റെ കേസിൽ. ഇനി അടുത്താണ് ഇൻഫെക്ഷ്യസ്. ഇൻഫെക്ഷൻ ആകുമ്പോൾ നമുക്കറിയാം വൈറസ് ഇൻഫെക്ഷൻ വന്നിട്ട് ഉണ്ടാകുന്ന ജോണ്ടിസ്. പിന്നെ ഒബ്സ്ട്രക്റ്റീവ്. ലിവറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈൽ ഡക്റ്റ് വഴി ഇൻറ്റസ്റ്റൈനിലേക്ക് എത്താറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ബൈലിൻ്റെ പാസേജിനെ ബൈൽ ഡക്റ്റിൽ വെച്ചിട്ട് തടഞ്ഞു വയ്ക്കുക. അപ്പോൾ അത് കാരണം ഉണ്ടാകുന്ന ജോണ്ടിസാണ് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്. അപ്പോൾ ഇങ്ങനെ തടഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ ഗാൾ സ്റ്റോൺസോ അല്ലെങ്കിൽ ട്യൂമർ കാരണമൊക്കെ ആയിരിക്കും ആ ഒരു ബൈൽ ഡക്റ്റിൽ ബൈലിന് പോകാൻ പറ്റാതെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ബ്ലോക്ക് സംഭവിക്കുന്ന സമയത്ത് ബൈൽ ഡക്റ്റിൽ ഇങ്ങനെ ഒരു ബ്ലോക്കേജ് ഉണ്ടാകുന്ന സമയത്ത് ഈ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ എങ്ങോട്ടേക്ക് പോകുന്നില്ല? ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുന്നില്ല. ഇൻറ്റസ്റ്റൈനിലേക്ക് പോയാലാണ് അവിടെ വെച്ചിട്ട് യൂറോ ബിലിനോജനോ സ്റ്റിർക്കോ ബിലിനോജനൊക്കെ ആയിട്ട് എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നുള്ളൂ. അല്ലേ? ലിവറിൽ ഉണ്ടാകുന്ന കോൺജുഗേറ്റഡ് ബിലിറൂബിനിൽ 50% ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തിയും അവിടെ വെച്ചിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോവാത്ത കാരണം എന്താവും? ഇത് നേരെ എങ്ങോട്ടേക്ക് കയറും? ബ്ലഡ് സർക്കുലേഷനിലേക്ക് കയറും. അപ്പോൾ എന്തായി? അവിടെ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ്റെ എമൗണ്ട് ഇൻക്രീസായി. ഇനിയിപ്പോൾ കോൺജുഗേറ്റഡും അൺകോൺജുഗേറ്റഡും സിറത്തിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് കോൺജുഗേറ്റഡ് ബിലിറൂബിനും അൺകോൺജുഗേറ്റഡ് ബിലിറൂബിനും ബ്ലഡ് സിറത്തിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഹെപ്പാറ്റിക് ജോണ്ടിസ് ആയിരിക്കും. ബേസ്ഡ് ഓൺ ദ റിയാക്ഷൻ ഓഫ് ബിലിറൂബിൻ വിത്ത് ഡൈഅസറ്റൈസ്ഡ് സൾഫാനിലിക് ആസിഡ്. ബിലിറൂബിനും ഡൈഅസറ്റൈസ്ഡ് സൾഫാനിലിക് ആസിഡും തമ്മിലുള്ള റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് വാൻഡൻബർഗ് റിയാക്ഷൻ. ഇറ്റ്സ് ഐഡൻറ്റിഫൈ ദ ഇൻക്രീസ് ഇൻ സിറം ബിലിറൂബിൻ. സിറത്തിലുള്ള ബിലിറൂബിൻ്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബിലിറൂബിനും ഡൈഅസറ്റൈസ്ഡ് സൾഫാനിലിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് വാൻഡൻബർഗ് റിയാക്ഷൻ. മാലോയ് എവ്ലിൻ മെത്തേഡ് ഈസ് കോമൺലി എംപ്ലോയ്ഡ് മെത്തേഡ് യൂസ്ഡ് ഫോർ ബിലിറൂബിൻ ഡിറ്റർമിനേഷൻ. ബിലിറൂബിൻ ഡിറ്റർമൈൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് മാലോയ് എവ്ലിൻ മെത്തേഡ്. ഈ മെത്തേഡിൻ്റെ പ്രിൻസിപ്പിളാണ് വാൻഡൻബർഗ് റിയാക്ഷൻ. ഈ ഒരു റിയാക്ഷനിൽ നമുക്ക് വേണ്ടത് ഡൈഅസറ്റൈസ്ഡ് സൾഫാനിലിക് ആസിഡാണ്. അതായത് സൾഫാനിലിക് ആസിഡും അതേപോലെ തന്നെ സോഡിയം നൈട്രേറ്റും ഈക്വൽ എമൗണ്ടിൽ മിക്സ് ചെയ്യാം. സൾഫാനിലിക് ആസിഡും അതേപോലെ തന്നെ സോഡിയം നൈട്രേറ്റും ഈക്വൽ എമൗണ്ടിൽ മിക്സ് ചെയ്യാം. ആ മിക്സ് ചെയ്ത് കിട്ടുന്ന സൊല്യൂഷൻ അതാണ് വാൻഡൻബർഗ് റിയേജൻറ്റ് പറയുന്നത്. ഈ വാൻഡൻബർഗ് റിയേജൻ്റാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്. മാലോയ് എവ്ലിൻ മെത്തേഡിൽ യൂസ് ചെയ്യുന്ന റിയേജൻ്റാണ് വാൻഡൻബർഗ് റിയേജൻറ്റ്. എന്നിട്ട് ഇതിൽ ഈ ഡൈഅസറ്റൈസ്ഡ് സൾഫാനിലിക് ആസിഡും അതേപോലെ തന്നെ ബിലിറൂബിനും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? ബിലിറൂബിന് ഒരു പർപ്പിൾ കളേർഡ് ആസോ ബിലിറൂബിൻ ഫോം ചെയ്യും. ഈ മെത്തേഡിൽ, ഈ ഒരു മാലോയ് എവ്ലിൻ മെത്തേഡിൽ ഡൈഅസറ്റൈസ്ഡ് സൾഫാനിലിക് ആസിഡും അതേപോലെ സിറത്തിലുള്ള ബിലിറൂബിനും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ബിലിറൂബിൻ ഒരു പർപ്പിൾ കളേർഡ് ആസോ ബിലിറൂബിൻ ഫോം ചെയ്യും. ഇവിടെ റിയാക്ഷന് ഡയറക്റ്റ് റിയാക്ഷനുണ്ട്, ഇൻഡയറക്റ്റ് റിയാക്ഷനുണ്ട്. ബിലിറൂബിൻ എന്ന് പറയുന്നത് ഇൻസോലുബിളാണ്, വാട്ടറിൽ ഇൻസോലുബിളും അതേപോലെ തന്നെ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ പറയുന്നത് സോലുബിളാണ്. അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ വാട്ടറിൽ ഇൻസോലുബിളും അതേപോലെ തന്നെ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ വാട്ടറിൽ സോലുബിളാണ്. ഇനി ഇവിടെ റിയാക്ഷൻ നടക്കുന്ന സമയത്ത്, അതായത് വാൻഡൻബർഗ് റിയേജൻറ്റ് ബിലിറൂബിനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് കോൺജുഗേറ്റഡ് ബിലിറൂബിന് പർപ്പിൾ കളർ ഫോം ചെയ്യും. ജസ്റ്റ് 30 സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും.
കാരണം കോഞ്ചുഗേറ്റഡ് ബിലിറൂബിൻ വാട്ടറിൽ സോലുബിളാണ്. സോലുബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് റിയേജൻറ്റുമായിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അത് വൈൻഡർബർഗ് റിയേജൻറ്റുമായിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യും. ഒരു പർപ്പിൾ കളർ ഫോം ചെയ്യുകയും ചെയ്യും ജസ്റ്റ് ഇൻ സെക്കൻഡ് കൊണ്ട്. ഈ റിയാക്ഷനാണ് ഡയറക്റ്റ് പോസിറ്റീവ് റിയാക്ഷൻ, ഡയറക്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഡയറക്റ്റ് വാൻഡർബർഗ് റിയാക്ഷൻ ജസ്റ്റ് 30 സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടും. ഇനി അതിലേക്ക് നമ്മൾ മെത്തനോളോ അല്ലെങ്കിൽ ഏതെങ്കിലും ആൽക്കഹോൾ ആഡ് ചെയ്ത് കൊടുക്കുക. ആൽക്കഹോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാ? അൺകോഞ്ചുഗേറ്റഡ് ബിലിറൂബിന് ഡിസോൾവ് ആവുന്നതിന് വേണ്ടിയിട്ട്. അൺകോഞ്ചുഗേറ്റഡ് ബിലിറൂബിൻ വാട്ടറിൽ സോലുബിൾ അല്ല. അപ്പോൾ അത് സോലുബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മെത്തനോൾ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒരു 30 മിനിറ്റൊക്കെ ആവും നമുക്ക് റിസൾട്ട് കിട്ടും. 30 മിനിറ്റിനുള്ളിൽ നമുക്ക് അൺകോഞ്ചുഗേറ്റഡ് ബിലിറൂബിൻ എത്രത്തോളം ഉണ്ടെന്നുള്ളത് അതും കിട്ടും. ഇത് നമുക്ക് ഇൻഡയറക്റ്റ് റിയാക്ഷൻ എന്നും പറയും. നമ്മളൊരു സിറം എടുത്ത് നോക്കുകയാണെങ്കിൽ സിറത്തിൽ അൺകോഞ്ചുഗേറ്റഡ് ആയിട്ടുള്ള ബിലിറൂബിൻ ഉണ്ട്, കോഞ്ചുഗേറ്റഡ് ബിലിറൂബിൻ ഉണ്ട്. ഈ ഒരു റിയാക്ഷൻ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ജോണ്ടിസിൻ്റെ നാച്ചുറൽ ആയതിന് വേണ്ടിയിട്ട്. അതായത് 2-3 തരത്തിലുള്ള ജോണ്ടിസ് ഉണ്ടല്ലോ. അപ്പോൾ ഏത് തരത്തിലുള്ള ജോണ്ടിസ് ആണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ടും ഈ ഒരു വാൻഡർബർഗ് റിയാക്ഷൻസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു അവിടെ സിറത്തിൽ അൺകോഞ്ചുഗേറ്റഡ് ബിലിറൂബിനാണ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അൺകോഞ്ചുഗേറ്റഡ് ആയിട്ടുള്ള ബിലിറൂബിനാണ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഹീമോലൈറ്റിക് ജോണ്ടിസ് ആയിരിക്കും. കോഞ്ചുഗേറ്റഡ് ബിലിറൂബിനാണ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ആണ്. അല്ല രണ്ടും ഒരേപോലെ തന്നെ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് ഹെപ്പാറ്റിക് ജോണ്ടിസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ജോണ്ടിസിൻ്റെ ടൈപ്പ് ഏതാണ് അല്ലെങ്കിൽ ജോണ്ടിസിൻ്റെ നാച്ചുറൽ എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു വാൻഡർബർഗ് റിയാക്ഷൻ യൂസ് ചെയ്യുന്നത്. Normal serum bilirubin total is 0.2 to 1.0 milligram per deciliter. ടോട്ടൽ സിറം ബിലിറൂബിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 0.2 to 1.0 milligram per deciliter ആണ്. ഓഫ് ദീസ് ദ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ ഈസ് അബൌട്ട് 0.2 to 0.4 milligram per deciliter. ടോട്ടൽ ബിലിറൂബിൻ പറയുന്നത് കോൺജുഗേറ്റഡ് ബിലിറൂബിനും അൺകോൺജുഗേറ്റഡ് ബിലിറൂബിനും കൂടി ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 0.2 to 0.4 milligram per deciliter. അതേപോലെ അൺകോൺജുഗേറ്റഡ് പറയുന്നത് 0.4 to 0.6 milligram per deciliter ആണ്. സിറം കണ്ടെയ്ൻ എ ലാർജ് വെറൈറ്റി ഓഫ് പ്രോട്ടീൻസ്. സിറത്തിൽ ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. ആൽബുമിൻ ആൻഡ് വേരിയസ് ഗ്ലോബുലിൻ കൺസ്റ്റിറ്റ്യൂട്ട് ദ ബൾക്ക് ഓഫ് ദി ടോട്ടൽ എമൗണ്ട് ഓഫ് പ്രോട്ടീൻസ് പ്രസൻറ്റ് ഇൻ സിറം. സിറത്തിൽ അടങ്ങിയിരിക്കുന്ന മൊത്തം പ്രോട്ടീൻസുകളുടെയും ഒരു വലിയ ഭാഗവും ആൽബുമിനും അതേപോലെ തന്നെ വിവിധ ഗ്ലോബുലിൻസുകളും അടങ്ങിയിട്ടുള്ളതാണ്. വിവിധ ഗ്ലോബുലിൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ആൽഫ ബീറ്റ ഗാമ എന്ന് പറഞ്ഞിട്ട് കുറേ ഗ്ലോബുലിൻസ് ഉണ്ടല്ലോ. അപ്പം ഇമ്മ്യൂണോ ഗ്ലോബുലിൻസ് അതൊക്കെ ഇതിൽ വരുന്നതാണ് കേട്ടോ ഗ്ലോബുലിൻസ്. പിന്നെ നോർമൽ സിറം ടോട്ടൽ പ്രോട്ടീൻ കോൺസെൻട്രേഷൻ ഈസ് 6 to 8 gram per deciliter. നോർമലായിട്ടുള്ള സിറം ടോട്ടൽ പ്രോട്ടീൻ്റെ എമൗണ്ട് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 6 to 8 gram per deciliter ആണ്. ദ വാല്യൂസ് ആർ ലോവർ ഇൻ നിയോനൻസ്. അതായത് നവജാത ശിശുക്കളുണ്ടല്ലോ, ചെറിയ കുട്ടികൾ, ജനിച്ചപ്പോഴുള്ള കുട്ടികൾ, നവജാത ശിശുക്കളിലാണെന്നുണ്ടെങ്കിൽ സിറം ടോട്ടൽ പ്രോട്ടീൻ്റെ എമൗണ്ട് കുറവായിരിക്കും. പിന്നെ അവർ മുതിർന്ന് വരുമ്പോഴത്തേക്കും അവരുടെ ശരീരത്തിലുള്ള സിറത്തിലുള്ള ടോട്ടൽ പ്രോട്ടീൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യും. നവജാത ശിശുക്കൾ, അതായത് ചെറിയ കുട്ടികൾ, ജനിച്ചപ്പോഴുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരിൽ ഇതിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കുറവായിരിക്കും. പിന്നെ അവർ മുതിർന്ന് വരുമ്പോഴത്തേനും അവരുടെ ബ്ലഡിലുള്ള കോൺസെൻട്രേഷൻ കൂടി വരും. അതേപോലെ തന്നെ ദ ലെവൽ ഡിഗ്രീസസ് ഇൻ പ്രഗ്നൻസി ടൈമിൽ ലെവൽ ഡിഗ്രീസ് ചെയ്യും. An increase in serum total proteins occur in dehydration due to hemoconcentration. ഹീമോകോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡിലുള്ള RBCൻ്റെ കോൺസെൻട്രേഷൻ കൂടുക. അത് ചിലപ്പോൾ പ്ലാസ്മേൻ്റെ എമൗണ്ട് കുറയുന്നത് കാരണം അല്ലെങ്കിൽ വാട്ടറിൻ്റെ എമൗണ്ട് ബ്ലഡിൽ കുറയുന്നത് കാരണമൊക്കെ RBCൻ്റെ കോൺസെൻട്രേഷൻ ബ്ലഡിൽ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനാണ് ഹീമോ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ ഹീമോ കോൺസെൻട്രേഷൻ കാരണം ഡീഹൈഡ്രേഷൻ നടന്നിട്ട് സിറത്തിൽ പ്രോട്ടീൻ്റെ കോൺസെൻട്രേഷൻ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് പ്രോട്ടീൻ കോൺസെൻട്രേഷൻ കൂടാൻ കാരണം ഡീഹൈഡ്രേഷൻ,
പിന്നെ പറയുന്നത് ആൻഡ് ഇൻക്രീസ് മേ ബി ഒക്കെ ഇൻ മൾട്ടിപ്പിൾ മൈലോമ. പിന്നെ മൾട്ടിപ്പിൾ മൈലോമ ഉണ്ടാകുന്ന സമയത്തും ബ്ലഡിൽ സിറത്തിൻ്റെ എമൗണ്ട് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. മൾട്ടിപ്പിൾ മൈലോമ എന്താണ്? മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറഞ്ഞാൽ അപ്പോൾ സാധാരണ നമ്മുടെ ബോഡിയിൽ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്ലാസ്മ ബി സെൽസ് ആണ് അല്ലേ. ബി സെൽസ് ബോൺ മാരോയിൽ ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എപ്പോൾ ആൻറ്റിജൻ നമ്മുടെ ബോഡിക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ ബി സെൽസ് ആവശ്യത്തിൽ കൂടുതൽ മൾട്ടിപ്ലൈ ചെയ്യാം, നോർമൽ എമൗണ്ടിനേക്കാളും മൾട്ടിപ്ലൈ ചെയ്യും. അതേപോലെ തന്നെ ഒരുപാട് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ബ്ലഡിലേക്ക് കടന്ന് ചെല്ലുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായി, നമ്മുടെ ബോഡിയിൽ ആൻറ്റിബോഡീസിൻ്റെ എണ്ണം കൂടുതലായി. ആൻറ്റിബോഡീസ് എന്താണ്? ഗ്ലോബുലിൻസ് ആണ്. അതായത് ആൽബുമിനും ഗ്ലോബുലിനാണ് സിറത്തിലുള്ള പ്രോട്ടീൻസ്. അപ്പോൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ പറഞ്ഞാൽ എന്താണ്? പ്രോട്ടീനാണ്. അപ്പോൾ മൾട്ടിപ്പിൾ മൈലോമ ഉണ്ടാകുന്ന സമയത്ത് ആൻറ്റിബോഡീൻ്റെ എമൗണ്ട് ബ്ലഡിൽ കൂടുതലായിരിക്കും. അപ്പോൾ എന്താണ്? ബ്ലഡിൽ പ്രോട്ടീൻ്റെ എമൗണ്ടും കൂടുതലായിരിക്കും. പിന്നെ ക്രോണിക് ഇൻഫെക്ഷൻ്റെ സമയത്ത് ക്രോണിക് ലിവർ ഡിസീസ് ആൻഡ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, ഈ സമയത്തൊക്കെയാണ് ബ്ലഡിൽ ടോട്ടൽ പ്രോട്ടീൻ്റെ എമൗണ്ട് കൂടുന്നത്. A decrease in serum total protein may result from heavy loss of protein in urine as in nephrotic syndrome. നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു കിഡ്നി ഡിസോർഡറാണ്. അപ്പോൾ ഈ കിഡ്നി ഡിസോർഡർ ഉണ്ടാകുന്ന സമയത്ത് യൂറിൻ വഴി പ്രോട്ടീൻസ് ഒരുപാട് ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണവും സിറത്തിലുള്ള ടോട്ടൽ പ്രോട്ടീൻ്റെ എമൗണ്ട് കുറയുന്നുണ്ട്. ഈ ഡിഗ്രീസ് മേ ആൾസോ ഒക്കർ ഇൻ പ്രോട്ടീൻ മാൽന്യൂട്രിഷൻ. പിന്നെ പ്രോട്ടീൻസിൻ്റെ പോഷകാഹാരക്കുറവ്, ഭക്ഷണം കഴിക്കുന്നതിൽ പ്രോട്ടീൻസ് ഒന്നും ഉൾപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ സിറം ടോട്ടൽ പ്രോട്ടീൻസ് കുറയുന്നുണ്ട്. പിന്നെ ഹെമറേജ് പറയുമ്പോൾ ബ്ലീഡിങ്. ഇപ്പോൾ ബോഡീൻ്റെ ഇൻസൈഡിലായിക്കോട്ടെ ഔട്ട്സൈഡിലായിക്കോട്ടെ ബ്ലഡ് വെസൽസ് ബ്രേക്ക് ചെയ്തിട്ട് ബ്ലഡ് പോകുന്നതിനാണ് ഹെമറേജ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ബ്ലഡ് ഒഴുകി പോകുന്നതെങ്കിലും കുറയും. പിന്നെ ഇൻക്രീസ്ഡ് ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടീൻ ആസ് ഇൻ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ എന്താണ്? തൈറോക്സിൻ ഹോർമോൺസിൻ്റെ ഓവർ പ്രൊഡക്ഷനാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്തും എന്തുണ്ട്? ഡിഗ്രീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അൺട്രീറ്റഡ് ഡയബറ്റിക് മെലിറ്റസ്. അപ്പോൾ നമ്മൾ ഡയബറ്റിക് മെലിറ്റസിൻ്റെ ആയിട്ട് ട്രീറ്റ് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡിലുള്ള സിറത്തിൻ്റെ ലെവൽ കുറയും. ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മെത്തേഡ് ഓഫ് ടോട്ടൽ പ്രോട്ടീൻ ഈസ് സ്റ്റിൽ ദ ബയോറെക്ട് മെത്തേഡ്. ടോട്ടൽ പ്രോട്ടീൻ എത്രത്തോളം ഉണ്ടെന്ന് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ബയോറെക്ട് മെത്തേഡ് വെച്ചിട്ടാണ്. ഈ ബയോറെക്ട് ടെസ്റ്റ് എങ്ങനെയായിരുന്നു? ബയോറെക്ട് മെത്തേഡ് എങ്ങനെയായിരുന്നു? നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് ബയോറെക്ട് റിയേജൻ്റ് ആണ്. ഈ ബയോറെക്ട് റിയേജൻറ്റിൽ കുപ്രിക് അയോൺസ് ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന സിറം പ്രോട്ടീൻസിൽ എന്തുണ്ട്? പെപ്റ്റൈഡ് ബോൺസ് ഉണ്ട്. അപ്പോൾ പ്രോട്ടീൻസിലുള്ള പെപ്റ്റൈഡ് ബോണ്ടും ബയോറെക്ട് റിയേജൻറ്റിലുള്ള കുപ്രിക് അയോൺസും തമ്മിൽ ആൽക്കലൈൻ മീഡിയത്തിൽ റിയാക്ട് ചെയ്യും, ഒരു പർപ്പിൾ കളേർഡ് കോംപ്ലക്സ് ഫോം ചെയ്യുകയും ചെയ്യും. ഇതാണ് ബയോറെക്ട് മെത്തേഡ്. Albumin comprises about 50% of total protein concentration. ടോട്ടൽ പ്രോട്ടീൻ കോൺസെൻട്രേഷനിൽ 50% ആൽബുമിൻ ആണ്. നോർമൽ സിറം ആൽബുമിൻ കോൺസെൻട്രേഷൻ ഈസ് 3.5 to 4.9 gram per deciliter. സാധാരണയായിട്ട് സിറത്തിലുള്ള ആൽബുമിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 3.5 to 4.9 gram per deciliter ആണ്. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ആൽബുമിൻ എസ്റ്റിമേഷൻ ഇൻക്ലൂഡ്സ് സാൾട്ടിങ് ഔട്ട് ആൻഡ് ഡൈ ബൈൻഡിങ് മെത്തേഡ്സ്. അപ്പോൾ ആൽബുമിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലുള്ള മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്നാണ് സാൾട്ടിങ് ഔട്ട്. സാൾട്ടിങ് ഔട്ട് എന്ന് വെച്ചാൽ ന്യൂട്രൽ സാൾട്ട് ആഡ് ചെയ്തിട്ട് പ്രോട്ടീൻസിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് സാൾട്ടിങ് ഔട്ട്. നമ്മളിതിൽ ന്യൂട്രൽ സാൾട്ടായിട്ട് യൂസ് ചെയ്യുക അമ്മോണിയം സൾഫേറ്റോ അല്ലെങ്കിൽ സോഡിയം സൾഫേറ്റൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ സാമ്പിളിൽ ന്യൂട്രൽ സാൾട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് പ്രോട്ടീൻസൊക്കെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ആ ഒരു മെത്തേഡാണ് സാൾട്ടിങ് ഔട്ട്. പിന്നെ ഡൈ ബൈൻഡിങ് ടെക്നിക്കിൽ വരുന്നതാണ് BCG മെത്തേഡ്, ബ്രോമോ ക്രിസോൾ ഗ്രീൻ മെത്തേഡ്. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ആൽബുമിൻ എസ്റ്റിമേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ബ്രോമോ ക്രിസോൾ ഗ്രീൻ മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റിയേജൻ്റാണ് ആൽബുമിൻ റിയേജൻറ്റ്. അപ്പോൾ ഈ റിയേജൻറ്റിൽ സക്സിനിക് ആസിഡും ബ്രോമോ ക്രിസോൾ ഗ്രീൻ സോഡിയം അസൈഡ്സൊക്കെ പ്രസൻ്റ് ആണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ സാമ്പിൾ ആഡ് ചെയ്ത് കൊടുക്കുക, സാമ്പിളും റിയേജൻറ്റും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സാമ്പിളിലുള്ള ആൽബുമിനും അതേപോലെ തന്നെ റിയേജൻറ്റിലുള്ള ബ്രോമോ ക്രിസോൾ ഗ്രീനും കൂടി
ആസിഡിക് പി എച്ചിൽ റിയാക്ട് ചെയ്തിട്ട് ഗ്രീൻ കളേർഡ് കോംപ്ലക്സ് ഫോം ചെയ്യും. അതാണ് ബ്രോമോക്രിസോൾ ഗ്രീൻ മെത്തേഡ്. പിന്നെ നമ്മൾ കളറിൻ്റെ ഇൻറ്റൻസിറ്റി വെച്ചിട്ട് ആൽബുമിൻ്റെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യും. ഇപ്പോൾ നമ്മൾ ആൽബുമിൻസ് എങ്ങനെ കാണുക എന്നുള്ളത് പറഞ്ഞു. ഇനി ഗ്ലോബുലിൻസ് എങ്ങനെ കാണുക നോക്കാം. ഗ്ലോബുലിൻസ് ആർ എസ്റ്റിമേറ്റഡ് ബൈ സബ്സ്ട്രാക്റ്റിംഗ് ആൽബുമിൻ വാല്യൂ ഫ്രം ദ ടോട്ടൽ പ്രോട്ടീൻ വാല്യൂ. നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന ടോട്ടൽ പ്രോട്ടീൻ വാല്യൂന്ന് ആൽബുമിൻ വാല്യൂ സബ്സ്ട്രാക്റ്റ് ചെയ്യുക, കുറച്ചാൽ നമുക്ക് അതിൽ നിന്നും ഗ്ലോബുലിൻ്റെ വാല്യൂ എത്ര എന്നുള്ളത് കിട്ടും. കാരണം എന്താ, ടോട്ടൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് ആൽബുമിൻ്റെ കോൺസെൻട്രേഷനും ഗ്ലോബുലിൻ്റെ കോൺസെൻട്രേഷനും കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ്, സമ്മാണ് ടോട്ടൽ പ്രോട്ടീൻ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ആൽബുമിൻ്റെ വാല്യൂ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ഗ്ലോബുലിൻ്റെ വാല്യൂ കിട്ടും. നോർമൽ സിറം ഗ്ലോബുലിൻ കോൺസെൻട്രേഷൻ ഈസ് 2 to 3.5 gram per deciliter. നോർമൽ സിറത്തിലുള്ള ഗ്ലോബുലിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 2 മുതൽ 3.5 gram per deciliter വരെയാണ്. ദ നോർമൽ ആൽബുമിൻ ഗ്ലോബുലിൻ റേഷ്യോ ഈസ് 2:1. സാധാരണയായിട്ട് ആൽബുമിൻ ഗ്ലോബുലിൻ റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. The albumin globulin ratio may be used as an indicator of liver disease. It may be decreased or reversed in response to low albumin or to elevated globulin seen in liver disease. ലിവർ ഡിസീസ് ഉണ്ടാകുന്ന സമയത്ത് ആൽബുമിൻ്റെയും ഗ്ലോബുലിൻ്റെ ഒക്കെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എന്താവും, ഈ റേഷ്യോയിലും ചേഞ്ചസ് വരും, കൂടുകയോ കുറയോ അല്ലെങ്കിൽ റേഷ്യോ റിവേഴ്സ് ആവുക. അതായത് ഇപ്പോൾ 2:1 എന്നുള്ളത് 1:2 എന്നായിട്ട് മാറുക. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ലിവർ ഡിസീസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് പറയാൻ പോകുന്നത് എൻസൈംസിനെ കുറിച്ചിട്ടാണ്. ആസ് എ സെൻട്രോ മെറ്റബോളിക് ആക്ടിവിറ്റി ലിവർ റിച്ച് ഇൻ വേരിയസ് എൻസൈംസ് സച്ച് ആസ് ട്രാൻസാമിനേസസ് ആൻഡ് ഫോസ്ഫറ്റേസ്. ഇപ്പോൾ ലിവറിലാണ് ഒട്ടുമിക്ക മെറ്റബോളിക് ആക്ടിവിറ്റീസും നടക്കുന്നത്. അപ്പോൾ അങ്ങനെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് എൻസൈംസും ഇൻവോൾവ് ആണ്. അപ്പോൾ എൻസൈംസ് ഒക്കെ എവിടെയുണ്ട്, ലിവറിൽ പ്രസൻ്റ് ആണ്. ദ ലിവർ റിച്ച് വേരിയസ് എൻസൈംസ് സച്ച് ആസ് ട്രാൻസാമിനേസസ് ആൻഡ് ഫോസ്ഫറ്റേസ്. ട്രാൻസാമിനേസസും ഫോസ്ഫറ്റേസും പോലുള്ള ഒരുപാട് എൻസൈംസ് ലിവറിൽ കാണുന്നുണ്ട്. ഇൻ ലിവർ ഡിസീസസ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ലിവർ സെൽ കോസസ് ദ റിലീസ് ഓഫ് ദീസ് എൻസൈം. ലിവർ ഡിസീസിൻ്റെ സമയത്ത് ലിവർ സെൽസൊക്കെ ഡിസ്ട്രക്റ്റ് ചെയ്യും, നശിച്ചു പോകും. അപ്പോൾ ആ സമയത്ത് ഒരുപാട് എൻസൈംസ് റിലീസ് ചെയ്യും. വിത്ത് കൺസിക്വൻറ്റ് റൈസ് ഇൻ ദെയർ വാല്യൂ ഇൻ ബ്ലഡ്. അപ്പോൾ അങ്ങനെ ബ്ലഡിൽ അവരുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. അതായത് ലിവർ ഡിസീസ് ഉണ്ടാകുന്ന സമയത്ത് ലിവർ സെൽസ് എല്ലാം ഡിസ്ട്രക്റ്റ് ചെയ്ത് നശിച്ചു പോകും. അപ്പോൾ അത് കാരണം ഒരുപാട് എൻസൈംസ് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും. അപ്പോൾ ബ്ലഡിൽ സാധാരണത്തെക്കാളും ഈ എൻസൈംസിൻ്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. Serum level of the aspartate transaminase AST, alanine transaminase ALT and alkaline phosphatase are increased in liver disease due to damage to hepatic cells or due to the obstruction in the excretion of bile. ഇപ്പോൾ ലിവർ ഡിസീസ് ഉണ്ടാകുന്ന സമയത്ത് അസ്പാർട്ടേറ്റ് ട്രാൻസാമിനേസും അലനിൻ ട്രാൻസാമിനേസും ആൽക്കലൈൻ ഫോസ്ഫറ്റേസും ഒക്കെ സിറത്തിൽ ഇൻക്രീസ് ചെയ്യും. അതിന് കാരണം എന്താ, ഒന്നെങ്കിൽ ഹെപ്പാറ്റിക് സെൽസിലുള്ള ഡാമേജ്, ഹെപ്പാറ്റിക് സെൽസിൽ ഡാമേജ് വരുമ്പോഴോ അല്ലെങ്കിൽ ബൈൽ എക്സ്ക്രീറ്റ് ചെയ്യുന്നത് ലിവറിൽ നിന്നാണ്. അപ്പോൾ ബൈൽ എക്സ്ക്രീഷന് എന്തെങ്കിലും തടസ്സം സംഭവിക്കുമ്പോഴോ ആണ് ഈ എൻസൈംസ് സിറത്തിൽ ഇൻക്രീസ് ചെയ്യുന്നത്. The ALT value is higher than AST in liver disease. ലിവർ ഡിസീസ് ഉണ്ടാകുന്ന സമയത്ത് ASTനേക്കാളും അസ്പാർട്ടേറ്റ് ട്രാൻസാമിനേസ് എന്ന എൻസൈമിനേക്കാളും കൂടുതലായിട്ടും സിറത്തിൽ കാണുക ALT ആയിരിക്കും, അതായത് അലനിൻ ട്രാൻസാമിനേസ് ആയിരിക്കും. ലിവർ ഡിസീസ് ഉണ്ടാകുന്ന സമയത്ത് ASTനേക്കാളും കൂടുതലും സിറത്തിൽ കാണുന്നത് ALT ആണ്. ഡിറ്റക്ഷൻ ടെക്നിക്സ് ഓഫ് ട്രാൻസാമിനേസസ് ഇൻക്ലൂഡ് വേരിയസ് കലോറിമെട്രിക്, സ്പെക്ട്രോഫോട്ടോമെട്രിക്, കെമിലുമിനസെൻറ്റ്, ഫ്ലൂറസെൻസ് ടെക്നിക്സ്. അപ്പോൾ ഈ എൻസൈംസിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്ക് ഒരുപാട് ഡിഫറെൻറ്റ് ടെക്നിക്സ് ഉണ്ട്. ഏതൊക്കെയാണ്? കലോറിമെട്രിക്, സ്പെക്ട്രോഫോട്ടോമെട്രിക്, കെമിലുമിനസെൻറ്റ്, ഫ്ലൂറസെൻറ്റ് ടെക്നിക്സ് അങ്ങനെ ഒരുപാട് ടെക്നിക്സ് എൻസൈംസിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് ഓരോ എൻസൈമിൻ്റെയും നോർമൽ വാല്യൂസ് എത്ര എന്നുള്ളതാണ് പറയുന്നത്. നോർമൽ വാല്യൂ ഈസ് 5 to 40 IU per liter. IU per liter എന്ന് പറയുന്ന യൂണിറ്റ് എൻസൈംസിൻ്റെ യൂണിറ്റ് അങ്ങനെയാണ് കേട്ടോ, ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ ലിറ്റർ AST.
AST നോർമലായിട്ട് കാണുന്നത് 5 to 40 IU/L. ALT അലനിൻ ട്രാൻസാമിനസ് ആണെന്നുണ്ടെങ്കിൽ 5 to 35. അതേപോലെ തന്നെ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ആണെന്നുണ്ടെങ്കിൽ 20 to 140. ഈ ഒരു റേഞ്ചിലാണ് സാധാരണയായിട്ട് എൻസൈംസ് കാണുന്നത്. നോർമൽ വാല്യൂ ആണ്. അപ്പോൾ ഇത്രയും ടെസ്റ്റുകളാണ് ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ വരുന്നത്.